ഹായ് ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഒക്കെ നമ്മൾ ഏതാണ്ട് നല്ലപോലെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത സെക്ഷൻ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അത് ഭൂതകാലം എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസിന് ഭൂതകാലം എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ഫോമാണ് പാസ്റ്റ് ടെൻസ്. ഇതിലും നമുക്ക് തുടക്കത്തിലുള്ളത് സിമ്പിൾ പാസ്റ്റ്. അത് ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് ഈ പാസ്റ്റ് ടെൻസിൻ്റെ ആ ഫോം, വെർബിൻ്റെ ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇംഗ്ലീഷിൽ ലക്ഷക്കണക്കിന് ക്രിയകൾ. ഇപ്പം ഈ ക്രിയകൾ എല്ലാം തന്നെ നമുക്കൊരു 99%, പിന്നെ നമുക്ക് പറയാം 99.5, 0.6, 0.7, 0.8, 0.9 അപ് ടു ദാറ്റ് നമുക്ക് പറയാം. ക്രിയകളുടെ അവസാനം ED എന്ന് ചേർത്താൽ പാസ്റ്റ് ടെൻസ് കിട്ടും. അത് നമ്മൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ലുക്ഡ്, ടോക്ഡ്, മൂവ്ഡ്, സേവ്ഡ്, ലവ്ഡ്, ജംപ്ഡ് എഴുതിയിട്ടുണ്ട്. ലിവ്ഡ്, സ്റ്റഡീഡ്, ബിലീവ്ഡ്, പ്ലേഡ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ മൂവ് ഒരു ഈയിലാണ് അത് അവസാനിക്കുന്നത്, അതുകൊണ്ട് ഡി മാത്രം മതി. അതുപോലെ സേവ്, അല്ലാതെ ED ചേർക്കണം വേണം. മൂവ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ED ചേർക്കരുത്. ഒരു ക്രിയ ഈയിൽ ആണ് അവസാനിക്കുന്നത്, അക്ഷരം ഈയിലാണ് അവസാനിക്കുന്നതെങ്കിൽ പിന്നെ ഒരു D ചേർത്താൽ മതി, അല്ലെങ്കിൽ മൊബൈലായി പോകും. അത് വേണം. അതുപോലെ സേവ്ഡ്, ലവ്ഡ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചില ക്രിയകളൊക്കെ വൈയിൽ അവസാനിക്കും. ഇപ്പോൾ സ്റ്റഡി, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഉണ്ടോ, സ്റ്റഡീഡ്, IED ഇതാവും, IED, സ്റ്റഡീഡ്. അപ്പോൾ അങ്ങനത്തെ ചില വ്യത്യാസങ്ങളൊക്കെ വരും, അത്രേ ഉള്ളൂ, ചെറിയ മൈനർ. അത് നമ്മൾ ഒരു ക്രിയ പഠിക്കുമ്പോൾ നമ്മൾ അത് തന്നെ പഠിച്ചോളും. അല്ലെങ്കിൽ നമ്മളത് അല്പം ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 99.9% അത്രയും ക്രിയകൾക്ക് ED ആണ് ചേർക്കേണ്ടത്. ചെറിയ വ്യത്യാസങ്ങൾ, അതായത് വൈ ഉള്ളപ്പം ചിലപ്പം I വരും, അതിന് പകരം I വരും, സ്റ്റഡീഡ് വരും. ഇപ്പം ചിലതിന് അങ്ങനെ ആണെന്നില്ല. ഉദാഹരണം STAY, സ്റ്റേ, അത് വൈ ആണെന്ന് വെച്ചാൽ സ്റ്റേഡിന് IED അല്ല, STYED, സ്റ്റേഡ്. ചിലതിനൊക്കെ ഇങ്ങനെ സ്റ്റഡി പോലത്തെ ഉള്ളതിന് നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ക്രിയകളെ ED ചേർത്ത് പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കുന്ന ക്രിയകളെ നമ്മൾ വിളിക്കുന്നത് വീക്ക് വെർബ്സ് എന്നാണ്. വീക്ക്, ക്ഷീണിതരാണ്. അതുകൊണ്ടാണ് അവർക്ക് പുറമേ നിന്നൊരു സഹായം വേണം. മനസ്സിലായില്ലേ? ഇപ്പം ബിലീവ് കൂടെ ഒരു D ചേരണം, അല്ലെങ്കിൽ ജംപ്, ED ചേർന്നെങ്കിലേ പാസ്റ്റ് ടെൻസ് ഉണ്ടാവുള്ളൂ. കാരണം വേറെ ഒരു സഹായം വേണം. ഇതാണ്. അപ്പം അതിനെ വീക്ക് വെർബ്സ് എന്ന് പറയും. ചില പുസ്തകങ്ങളിലൊക്കെ കാണും റെഗുലർ വെർബ്സ് എന്ന് കാണും. റെഗുലർ, അത് വീക്ക് വെർബ്സിനോ റെഗുലർ വെർബ്സിനോ വിളിക്കാൻ. കാരണം റെഗുലർ എന്ന് വിളിക്കാനൊരു കാരണമുണ്ട്. ആ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്, പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ED ചേർക്കുമ്പോൾ വെർബിൻ്റെ അവസാനം ED ചേർക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള വെർബുകളെ വീക്ക് വെർബ്സിനോ അല്ലെങ്കിൽ റെഗുലർ വെർബ്സിനോ പറയും. റെഗുലറായിട്ട് സാധാരണയായിട്ട് നടക്കുന്ന സംഗതി എന്നുള്ള അർത്ഥത്തിലാണ്. വീക്ക് വെർബ്സിനെ വിളിക്കാനുള്ള കാരണം, ചിലരൊക്കെ വീക്ക് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പുറമേ നിന്നുള്ളൊരു സഹായം ഉണ്ടെങ്കിൽ ഈ ക്രിയകൾക്ക് പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീക്ക് വെർബ്സ് എന്നും പറയും. ഓക്കെ. ഇനി വേറൊരു സെറ്റുണ്ട്, ചെറിയ ഗ്രൂപ്പുണ്ട്.
അതായത് നമ്മൾ പറഞ്ഞ പോലെ ആയിരങ്ങൾ പതിനായിരങ്ങളാണ് ക്രിയകളുള്ളത്. അപ്പം അതിനകത്തൊരു 200+ ക്രിയകളുണ്ട് ഇംഗ്ലീഷിൽ. ചില ഗ്രാമർ പുസ്തകത്തിൽ കാണും 250 എന്ന് കാണും. അപ്പം നമുക്ക് സേഫായിട്ട് പറയാം 200 അത് സ്വയം പാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്, മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ. അതുകൊണ്ട് ഈ 200+ ക്രിയകളെ സ്ട്രോങ് വെർബ്സ് എന്നാണ് പറയുന്നത്. ഉദാഹരണമാണ് ഈറ്റ്, എയ്റ്റ്. ഈറ്റഡ് നല്ലല്ലോ, ഈറ്റ്, എയ്റ്റ്. മേക്ക്, മെയ്ഡ്. സിറ്റ്, സാറ്റ്. ഉണ്ടോ? സ്റ്റാൻഡ്, സ്റ്റുഡ്. സീ, സോ. SAW. ബിൽഡ്, ബിൽറ്റ്. റൺ, റാൻ. ഡ്രിങ്ക്, ഡ്രാങ്ക്. സ്ലീപ്പ്, സ്ലെപ്റ്റ്. റൈറ്റ്, റോട്ട്. റൈറ്റ്, റോട്ട്. അതെ, റൈറ്റ് സോറി ഇവിടെ റൈറ്റ്, റോട്ട്. WROT. സോറി, ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ കറക്റ്റ് ചെയ്തു. റൈറ്റ്, റോട്ട്. റിട്ടൺ അല്ല, അത് എഴുതിയതിനകത്ത് തെറ്റ് പറ്റിയതാണ്. അപ്പം റൈറ്റ്, റോട്ട്. അപ്പം അത് അങ്ങനെയുള്ള ക്രിയകൾ നമ്മൾ എന്നാ പറയുന്നത്? സ്ട്രോങ് വെർബ്സ് അല്ലെങ്കിൽ ഇറഗുലർ വെർബ്സ്. ഇത് ഇത്രയും സംഗതികൾ റെഗുലറാണ്, പക്ഷേ ഇവിടെ റെഗുലർ അല്ലാത്ത ഇറഗുലറാണ്. അതുകൊണ്ടാണ് ഒന്നിലോ നമുക്ക് അതിനെ ഇറഗുലർ വെർബ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സ്ട്രോങ് വെർബ്സ് എന്ന് വിളിക്കാം. കാരണം അത് അതിൽ തന്നെ അതിൻ്റെ പാസ്റ്റൻസ് ഉണ്ടാക്കുക, സഹായം ഇല്ലാതെ. ഈറ്റ്, എയ്റ്റ്. മേക്ക്, മെയ്ഡ്. സിറ്റ്, സാറ്റ്. റൈറ്റ്, റോട്ട്. ഉണ്ടോ? ചിലരൊക്കെ പറയുന്നുണ്ട് വവൽ സൗണ്ട് മാറ്റുമ്പം പാസ്റ്റൻസ് ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണമാണ് ഈറ്റ്, എയ്റ്റ്. ഉണ്ടോ? മേക്ക്, മെയ്ഡ്. വവലിൻ്റെ സ്വരാക്ഷരങ്ങളിലൊരു മാറ്റം വരുന്നുണ്ട്. അങ്ങനെ സ്വയമേ പാസ്റ്റൻസ് ഉണ്ടാക്കുന്ന ക്രിയകളുണ്ട്. ആ ക്രിയകളാണ് നമ്മൾ സ്ട്രോങ് വെർബ്സ് എന്ന് പറയുന്നത്. അതൊരു 200 അല്ലെങ്കിൽ 250 എണ്ണം കാണും. അത് നമ്മളിങ്ങനെ പ്രത്യേകം പഠിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ അതിനൊരു നിയമമില്ല. മറ്റ് ഈ 200-250 ക്രിയകൾ ഒഴിച്ചാൽ ബാക്കിക്കെല്ലാം ഒരു നിയമമുണ്ട്. നിയമത്തിൻ്റെ കീഴിൽ വരുന്നവരാണ്, പക്ഷെ ഇത് നിയമത്തിൻ്റെ കീഴിൽ വരികയില്ല. അതുകൊണ്ടാണ് ഇറഗുലർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്നെ പാസ്റ്റൻസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് സ്ട്രോങ് വെർബ്സ് എന്ന് പറയുന്നത്. ഇനി ഫോംസായി, ഇനി ഡിസ്ട്രിബ്യൂഷനാണ്. അത് എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ടെൻസാണ് ഇത്. ഏത് സബ്ജക്റ്റ് വന്നാലും മാറ്റമില്ല. അതാണ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ, ഒരു മാറ്റവും ഇല്ല. എല്ലാം ED. അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ, തേർഡ് പേഴ്സൺ പ്ലൂറൽ, എല്ലാം ED തന്നെ. ED അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രോങ് വെർബ്സ് ആണെങ്കിൽ സ്വയം നിർമ്മിക്കുന്ന പാസ്റ്റ് ടെൻസ്. സ്വയം അങ്ങനെ ഇഷ്ടം പോലെ നിർമ്മിക്കാൻ പറ്റത്തില്ല, ഓൾറെഡി നിർമ്മിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി അത് മാറ്റാനൊന്നും പറ്റില്ല. ഉദാഹരണത്തിന് ഈറ്റ് എഴുതി വെച്ച് നമുക്ക് ഓട്ടെന്ന് വായിക്കാൻ, പുതിയ ടെൻസ് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല, ഫോം ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് നടക്കില്ല. ഓൾറെഡി ഉള്ളതൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുക. ഇപ്പം ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോയിൻ്റായിട്ടുള്ളത്. ഒന്ന്, എന്താണ് പാസ്റ്റ് ടെൻസ്? കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയാൻ നമ്മൾ ക്രിയയിൽ വരുത്തുന്ന മാറ്റങ്ങൾ. ക്രിയയിൽ ചില മാറ്റങ്ങളാണല്ലോ വരുന്നത്. ED ചേർക്കുന്നു, അല്ലെങ്കിൽ വവൽ അതിൻ്റെ ഒരു സ്വരം മാറ്റുന്നു. ഒന്നിലോ വവൽ മാറ്റുക, അല്ല സ്വരം മാറ്റുക. ഫോർ എക്സാമ്പിൾ ഈറ്റ്, എയ്റ്റ്. ഡ്രിങ്ക്, ഡ്രാങ്ക്. റൈറ്റ്, റോട്ട്. ഞാൻ റോട്ട് പിന്നെയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു എഴുതി വന്നപ്പോൾ തെറ്റ് വന്നില്ലേ, അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി WROT ഇതാണ്. WROT. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം ഫോംസ് മനസ്സിലായി. രണ്ടാമത്തത്, അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? സബ്ജക്റ്റ് അനുസരിച്ച് മാറുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഐ പ്ലേഡ്, യു പ്ലേഡ്, ഹി പ്ലേഡ്, ഷീ പ്ലേഡ്, ഇറ്റ് പ്ലേഡ്, ബോയ് പ്ലേഡ്, ഗേൾ പ്ലേഡ്, മാൻ പ്ലേഡ്, വുമൺ പ്ലേഡ്, cat played, dog played,
എല്ലാം പ്ലേഡ്. വി പ്ലേഡ്, യു പ്ലേഡ്, ദേ പ്ലേഡ്, മെൻ പ്ലേഡ്, വിമൻ പ്ലേഡ്, ഗേൾസ് പ്ലേഡ്, ബോയ്സ് പ്ലേഡ്. പ്ലേഡ് എന്താണെന്ന് നമ്മൾ ചേർത്തോ? പ്ലേഡ് കാർഡ്സിനോ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനത് എഴുതാത്തത്. എഴുതി ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ അതിനകം. I played cards, he played cards, we played cards, she played cards, it played cards, dog played cards. ഡോഗാണെങ്കിലും കാർഡ്സ് കളിക്കാനൊന്നും പറ്റില്ല. ഫുട്ബോളും കളിക്കാം, ബോളിങ്ങനെ മുന്തിക്കൊണ്ടൊന്നും നടക്കത്തില്ല. അപ്പം അങ്ങനെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം 2 കാര്യങ്ങളേ ഉള്ളൂ, 3 കാര്യങ്ങൾ. ഒന്ന്, എന്താണ് പാസ്റ്റ് ടെൻസ്, എന്തിനാണ് പാസ്റ്റ് ടെൻസ്? കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയാം. ഭൂതകാലം. രണ്ടാമത്തത്, ഹൗ ടു ജനറേറ്റ് ദ ഫോം. 2 തരത്തിലാണ്. ഒന്ന്, റെഗുലർ ഫോംസ് ഉണ്ട്, അതായത് ED ചേർക്കുക എന്നുള്ളതാണ്. അല്ലെ വീക്ക് ഫോംസ് എന്നാണ് പറയുന്നത്. കാരണം ആ വെർബിന് വേറെ സഹായം വേണം, ഔട്ട്സൈഡ് ഹെൽപ്പ് വേണം. അപ്പോൾ അതാണ് ED ചേർക്കുന്നത്. ഇത് സ്ട്രോങ് വെർബ്സ് അല്ലെങ്കിൽ ഇറഗുലർ, നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല, ഇറഗുലർ. ഇപ്പം ഒരു ക്ലാസ്സിൽ സംസാരിക്കുന്നത്, സാറ് ക്ലാസ് എടുക്കുമ്പം കുട്ടികൾ സംസാരിക്കുന്നത് നിയമമാണ്. പക്ഷേ ഒരാളിന് പ്രധാനം പറഞ്ഞാൽ അത് ഇറഗുലറാണ്, മറ്റേത് റെഗുലറാണ്. ഇവിടെ ഈറ്റിൻ്റെ കൂടെ ED ചേരത്തില്ല, ഈറ്റഡ് എന്ന് പറയില്ല. അപ്പം നമ്മളത് അത് ഇറഗുലർ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. കാരണം സ്വരം, അതിൻ്റെ ശബ്ദം മാറ്റുമ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസ് കിട്ടും. ഈറ്റ് ate, make made, sit sat, stand stood, see saw, build built, run ran, drink drank, sleep slept, write wrote. റിട്ടേൺ അവിടെ അത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അത് തെറ്റിപ്പോയതാണ്, സാരമില്ല, ഞാനത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് 2-3 പ്രാവശ്യം പറഞ്ഞത്. ഓക്കെ, ഇനി തൽക്കാലം നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നാളെ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം. അതുവരേക്കും ബൈ.